ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ചില വെബ്സൈറ്റുകൾ നോക്കുമ്പോൾ അറിയായിരിക്കും ഇങ്ങനൊരു പോപ്പപ്പ് നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സൈനപ്പിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ ഒരു പോപ്പപ്പ് വരുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ഇതിലൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൂപ്പൺ കിട്ടുകയും അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഒരു പർച്ചേസിന് യൂസ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്താൽ ഈ ഒരു സൈഡിലായിട്ട് ഇത് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ഷോപ്പിഫൈ ഫോംസ്. ഇത് ഷോപ്പിഫൈയുടെ തന്നെ സ്വന്തം ആപ്പാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പിൽ വന്നു ഫോംസ് എന്നാണ് എൻ്റെ പേര് ഇവിടെ ലിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫോം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുവാണ്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഇതിൽ ഞാനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ സൈൻ അപ്പ് എന്ന നെയിം കൊടുക്കുവാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പോപ്പപ്പായിട്ട് വേണോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് പേജ് തുടങ്ങുമ്പോൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണോ എന്ന്. ഞാൻ ആ പോപ്പപ്പാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്രിയേറ്റ് കൊടുക്കുന്നു. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫ്ലോട്ട് ചെയ്ത് നടക്കണോ അല്ലെങ്കിൽ ഓവർലേ. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചെന്നൊരു ഡിസൈൻ ഓവർലേ ആണ്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കളർ ടോൺ ഏതാണ്. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ കളർ ടോൺ ഒരു ഗ്രീൻ ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ ടോൺ ഗ്രീൻ കൊടുത്തു. ഞാനിപ്പോൾ ഇത് എവിടെ കാണിക്കേണ്ടതെന്ന് ബോട്ടം ലെഫ്റ്റ് ആണോ സൈഡാണോ, അതായത് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പൊസിഷൻ എവിടെയാണോ കാണിക്കണതെന്ന് ഞാനിത് റൊട്ടേറ്റ് കൊടുത്തു. ഒരു റൈറ്റ് സൈഡായിട്ട് ഡോൺ മിസ് ഔട്ട്. ഇതിപ്പോൾ നമുക്ക് ഡോൺ മിസ് ഔട്ട് മാറ്റി നമുക്കിപ്പോൾ ഒരു 10% ഓഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു 10% ഓഫ് ആണെങ്കിൽ ഞാനത് സിമ്പിളായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചും കൂടെ വെബ്സൈറ്റിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു. 10% ഓഫ് എന്ന് കൊടുത്തു. ഇനി ഫോമിൻ്റെ പേര് സൈനപ്പ് തന്നെ കൊടുത്തു. കംപ്ലീറ്റ് ദ സൈനപ്പ്. ഇനി നമുക്ക് എന്തൊക്കെ അതിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് കമ്പൽസറി ആയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് നെയിം കൊണ്ട് ഇമെയിൽ കൊടുത്തു. ഞാനിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഫോൺ നമ്പറും കൂടെ കമ്പൽസറി ആണെങ്കിൽ ഞാൻ ആ ഫോൺ നമ്പറും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഫോൺ നമ്പർ കമ്പൽസറി അല്ല, നമുക്ക് ജസ്റ്റ് പേരും ഇമെയിലും മാത്രം മതിയെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിൽ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ യൂസ് ചെയ്യാം, ഇമെയിൽ SMS ഒക്കെ നമുക്കിതിനെ കുറച്ചും കൂടെ ഇൻവോൾവ് ആണ്. നമ്മൾ ഫോൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട്. അപ്പോൾ SMS-ൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് SMS മാർക്കറ്റ് ചെയ്യാനായിട്ടും കൂടി ഈ നമ്പർ യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി സബ്മിറ്റ് വന്നു. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ നമുക്ക് കുറച്ച് ഫാൻസി ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാതെ ചെയ്യാനായിട്ട് കഴിയാം. ഇനി നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കണം, അതായത് സൈനപ്പ് ചെയ്യുന്ന ആൾക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കോഡ് ഇവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കോഡൊന്നും ഇല്ല താനും. അപ്പോൾ ഞാനൊരു ക്രിയേറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ ഡിസ്കൗണ്ട് പേജിലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എമൗണ്ട് ഓഫ് ആണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ വെൽക്കം 10 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വരുന്നു. ഇനി 10% ഓഫ് കൊടുത്തു. അത് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കണോ അതോ സ്പെസിഫിക് കസ്റ്റമേഴ്സിന് മാത്രമാണോ? അപ്പോൾ സൈനപ്പ് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ കസ്റ്റമേഴ്സും കൊടുത്തു. അപ്പോൾ മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ 1 ടൈം ഫസ്റ്റ് പർച്ചേസിന് കൊടുക്കണോ അതോ എത്ര തവണ കൊടുക്കണോ എന്ന്. ഞാനിപ്പോൾ മിനിമം എമൗണ്ട് കൊടുക്കുന്നില്ല. ലിമിറ്റ് നമ്പർ ഓഫ് ഒറ്റ തവണ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പർച്ചേസായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കൂപ്പൺ നമ്മൾ 10% ഓഫ് കൊടുത്ത കൂപ്പൺ നമുക്ക് എന്തിനൊക്കെ ആഡ് ചെയ്യാം, അതായത് ഷിപ്പിംഗ് ഡിസ്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയോ ഇല്ലേ എന്ന്. ഞാനിപ്പോൾ ഷിപ്പിംഗ് ഡിസ്കൗണ്ട് ഉള്ള ആൾക്കും കൂടി ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് എൻഡ് ഡേറ്റ് കൊടുക്കാം. ഞാനിതിപ്പോൾ സേവ് ചെയ്തു. ഇനി ഞാൻ ഇതിൽ വീണ്ടും വന്നു. ഈ ഒരു പേജിൽ ഇവിടെ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യുവാണ്. വെൽക്കം 10 എന്ന ഡിസ്കൗണ്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ കളർ ടോൺ മാറ്റാം. നമ്മുടെ വെബ്സൈറ്റ് ഏതാണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു തീം വരുന്നത് അതിൻ്റെ ഒരു കളർ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എററോ കാര്യങ്ങളോ ഒക്കെ മാറ്റാനായിട്ട് കഴിയും.
ഇനി നമുക്ക് ഇത് എല്ലാ വെബ്സൈറ്റിലും കാണിക്കണം, നമുക്കൊരു ഇമേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇമേജ് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത് എല്ലാ ഡിവൈസിലും കാണിക്കണോ അതോ നമുക്ക് എല്ലാ പേജിലും കാണിക്കണോ? അതായത് ഫസ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ വന്ന് നിന്ന് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 10-20 സെക്കൻഡ് ആയിട്ട് ഇത് കാണിക്കണോ അതോ ഒരു പ്രോഡക്റ്റ് പേജിൽ പോയാലും ഈ ഒരു പോപ്പപ്പ് വരണോ വേണ്ടയോ എന്ന് ഞാനത് ഷോ ഓൾ പേജസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ബേസിക് കാര്യങ്ങൾ. ഇപ്പോൾ ഇമേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇമേജ് ഒരെണ്ണം ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഫോം കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഐക്കോണിക് ഒരു പിക്കും കൂടെ കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു അറിയാൻ കഴിയും നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് വരുന്നതെന്ന്. അതായത് ഫോം വരുന്നത് ഇങ്ങനെയാണ്, നമ്മളെ സൈഡിൽ വരുന്ന ആ ഒരു ചെറിയ പോപ്പപ്പ് വരുന്നത് ക്ലോസ് ചെയ്യുമ്പോൾ മിനിമൈസ് ചെയ്യുമ്പോൾ വരുന്ന പോപ്പപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് സക്സസ്, അതായത് കോഡ് കോപ്പി ചെയ്യാൻ കഴിയുന്ന സമയത്ത് വരുന്ന ഇത്. സോ മൂന്നും സെലക്ട് ചെയ്യുവാണ്. ഇനി ടേൺ ഓൺ കൊടുക്കുവാണെങ്കിൽ സേവ് കൊടുക്കുക. ടേൺ ഓൺ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു ഫോം ആഡാവും. അതിനു മുമ്പ് ഒന്നും കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഇത് ആഡായിട്ടുണ്ട്. ഞാൻ ആ ഗോ ടു ഓൺലൈൻ സ്റ്റോർ കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഫോം എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതും കൂടെ ഓണാക്കി കൊടുക്കുക. സോ നമുക്ക് എത്ര നേരം കഴിഞ്ഞിട്ടാണോ വെബ്സൈറ്റിൽ വരേണ്ടത് ഈ ഒരു പോപ്പപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഞാൻ സെറ്റ് ചെയ്ത പോലെ ഒരു ഇമേജ് ഉണ്ട്, പേര് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, ഇമെയിൽ ഉണ്ട്, സബ്മിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ശരിക്കും ഈ ഒരു പോപ്പപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൺവേർഷൻ റേറ്റ് ഹൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.